നമസ്കാരം. അങ്ങേ കുറച്ചു നേരമായിട്ട് കാണുന്നു ഞാൻ. എന്റെ പേര് ഷൗക്കത്ത് അലി. ഞാൻ മെക്സവന്റെ മഞ്ചേരി ഏരിയ കോർഡിനേറ്റർ ആണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഏരിയ കോർഡിനേറ്റർ കോർഡിനേറ്റ് ചെയ്യുക, പുതിയ യൂണിറ്റുകൾ തുടങ്ങുക, എല്ലാ സപ്പോർട്ടും ചെയ്യുക. തുടങ്ങുന്നുണ്ട്. നാളെ ഉണ്ട് ഉദ്ഘാടനം. നാളെ നെല്ലിക്കുത്താണ്. നഗരസഭന്റെ കീഴിലാണ്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയായിട്ട് നഗരസഭയായിട്ട് സംയോജിച്ച് മെക്സവനാണ്. 200-200ഓളം ആളുകൾ ഈ മഞ്ചേരി യൂണിറ്റിൽ മാത്രം. ഈ മെക്സവൻ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞാല് രണ്ട് വാചകത്തിൽ പറഞ്ഞാൽ എന്തൊക്കെയാ ചെയ്യുന്നത്? രണ്ട് വാചകം. മെക്സവന് ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷ അത് നിലനിർത്താനും പിന്നെ മാനസികമായി കൂട്ടായ്മയുണ്ട്. കാരണം ഇതിൽ ജെൻഡർ ഇക്വാലിറ്റി പിന്നെ പ്രായ വ്യത്യാസമല്ല. അല്ല, സ്ത്രീകളുണ്ടല്ലോ അവിടെ. അല്ല, കുറച്ചല്ല, ഇങ്ങോട്ട് വന്ന കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. എല്ലാ യൂണിറ്റും ഉണ്ട്. ഇപ്പൊ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ തന്നെ 15ഓളം യൂണിറ്റ് ഉണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത MLA ആണല്ലോ. പറയാമെന്ന കാര്യം ഈ ഇപ്പൊ നമ്മുടെ നാട് ഏറ്റവും നേരിടുന്ന ഒരു വിപത്ത് ലഹരിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിനുമായിട്ട് തെരുവിലിറങ്ങിയ ഈ 24 ചാനലിന് ടീം മെക്സവന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദി. പിന്നെ 40 വർഷം മാധ്യമ മേഖലയിൽ പ്രവർത്തിച്ച അങ്ങേക്ക് ഞങ്ങളെ വക ഒരു ആദരവുണ്ട്. അത് ഇവിടുന്ന് മമ്മൂട്ടിയൊക്കെ പോണ മാതിരി അതിപ്പോ മമ്മൂക്കയുടെ ചോദിച്ചാൽ അദ്ദേഹം പറയത്തൂല. അങ്ങ് പറഞ്ഞു. ഓക്കെ, അത്രേ ഉള്ളൂ. 40. എന്തായാലും മാക്സിമംകാരോട് നമുക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളിവിടെ ശക്തമാണെന്ന് മനസ്സിലായി. നിങ്ങളെല്ലാവരും കോഴിക്കോട് വരണം. നിങ്ങളുടെ ഈ കോട്ടിൽ തന്നെ ഈ ജൗളി വെച്ചിട്ട് യൂണിഫോം ജൗളി നമ്മൾ ജൗളി എന്ന് പറയും. ഈ ജൗളി യൂണിഫോമിൽ തന്നെ വന്നിട്ട് നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് വൈകുന്നേരം ഉണ്ടാവണം. മാത്രമല്ല മെക്സവന്റെ ഒരു ബോർഡ് കൂടെ പിടിച്ചേക്കണം. എനിക്ക് കാണണം. നിങ്ങൾ അവിടെ മഞ്ചേരി യൂണിറ്റ് മഞ്ചേരിയല്ല, മൊത്തം പേരും അങ്ങോട്ട്. പഴയ ഒരു ശക്തി ഇല്ലല്ലോ അത് പറഞ്ഞപ്പോ. അങ്ങോട്ട് കോഴിക്കോട് വരുന്ന 20-ാം തീയതിയാണ് കോഴിക്കോട്ടെ പരിപാടി. 20-ാം തീയതി വൈകിട്ട് അങ്ങേരുമായി ആലോചിച്ച് മെക്സവൻ യൂണിറ്റ് കംപ്ലീറ്റ് അവിടെ എത്താനുള്ള ശ്രമം നടത്തും. ഒരു ഫ്ലാഗ് ഒക്കെ പിടിച്ച് തകർക്കണം. കോഴിക്കോട് കണ്ടാൽ ഞെട്ടണം. ഒരു മെക്സവന്റെ ആദരവ് ഈ ക്യാമ്പയിനെ പോലെ തന്നെ ഒരു റിക്വസ്റ്റ് 24 ചാനലിലുണ്ട്. ഈ സോഷ്യൽ മീഡിയകളിലും സിനിമകളിലൊക്കെ ഇത് വല്ലാതെ പ്രചരിപ്പിക്കുന്നു. അതിനെതിരെ ശക്തമായ ഒരു പ്രചരണം 24ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വിദ്യാർത്ഥികളെ യുവത്വങ്ങളൊക്കെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുള്ളൂ. എന്റെ പേര് അബ്ദുൽ സലീം ചേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാം. ഇതിനിടയ്ക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വരുന്നതിനെതിരായിട്ടൊക്കെ ചില പ്രചാരണം നടത്തി. അവന്മാരടുത്ത് പൊങ്കാലായിട്ടുള്ള നമ്മള് പക്ഷെ നമ്മൾ തളരത്തില്ല. പൊങ്കാലയെ നമുക്ക് പ്രശ്നമല്ല. പൊങ്കാലയോ പായസമൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ മുന്നോട്ട് പോകും. ടെൻഷൻ വേണ്ട. അപ്പൊ നമ്മൾ അതിനെതിരെ ശബ്ദിക്കും. ഒരുമിച്ച് എല്ലാ പിന്തുണയും ഉണ്ടല്ലോ. അപ്പൊ മെക്സവൻ സ്വീകരിച്ചോ? കുറച്ച് സമയമായിട്ട് അവർ കാത്തു നിൽക്കുകയാണ്. കൂട്ടായ ആദരവായിട്ട് നമ്മൾ കാണും. എല്ലാവർക്കും വേണ്ടി സ്വീകരിച്ചിരിക്കുന്നു. ആഷ്മി താജ് ഇബ്രാഹിം ജനങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങുന്നു. മഞ്ചേരിയിൽ നിന്ന് തത്സമയം ഒരു 5 അടിച്ചോ. MLA ഇത് കാണുന്നുണ്ടല്ലേ? ആരും പറയാത്തൊരു കാര്യം പറയട്ടെ. ഇതിൽ 17 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. അല്ലാതെ പറഞ്ഞു ഫൗണ്ടർ അദ്ദേഹം മേക്സവൻ ഉണ്ടായ കാലം മുതല് ഇവിടെ മീൻ മാർക്കറ്റിലെ ആൾക്കാർ കൂടുതൽ. 77 വയസ്സ്. ഞാൻ 72. അങ്ങനത്തെ 72 നമ്മളെ ക്ലാസ്മേറ്റ്സാ.